ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിലതും 10 മിനിറ്റിനകത്ത് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് നോമ്പ് കഞ്ഞിയാണ്. അപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ കിട്ടുന്ന നോമ്പ് കഞ്ഞി പോലെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരിയൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു സോസ് പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി സവോള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ക്യാരറ്റാണ്. പിന്നെ നമുക്ക് ഈ കഞ്ഞിയിലേക്ക് വേണ്ടത് 2 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശരിക്കും ഈ കഞ്ഞി നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാം. വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഞാനിപ്പോൾ വെജിറ്റബിൾസ് മാത്രം ചേർത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കുതിർത്ത ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഈ പൊടിയുടെ ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടനോ ചിക്കനോ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് മാത്രം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനോ മട്ടനോ ചേർക്കുകയാണെങ്കിൽ ആ സമയത്ത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി നമ്മുടെ നോമ്പ് കഞ്ഞി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം കഞ്ഞിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വെള്ളം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാനിവിടെ അരിയൊന്നുമല്ല ചേർക്കുന്നത്, ഒരു 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒട്ടും തന്നെ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ വെള്ളം ചേർത്ത ഉടനെ തന്നെ നമ്മൾ റവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ റവ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കഞ്ഞിയിലേക്ക് ആവശ്യത്തിനുള്ള താളിപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ 1 തക്കോലം, ഇത്രയും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ചെറിയുള്ളി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അപ്പോൾ ലൈറ്റ് ഗോൾഡൻ നിറമാവുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുരുമുളക് പൊടി ചേർത്തതാണ്, പക്ഷേ പിന്നെ ഈ താളിക്കുന്നതിൻ്റെ കൂടി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ഇതിന് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് കുക്കായിട്ടുണ്ട്. അതുപോലെ റവ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോവും.
അപ്പോൾ നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരിക്കലും ഇത് തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കഞ്ഞിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. അതുപോലെ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഫൈനലി 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന താളിപ്പും കൂടി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യിൽ താളിച്ചുകൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് ഈ സമയത്ത്. ഇനി താളിപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അതും ഒരു 10 മിനിറ്റിനകത്ത് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. പള്ളിയിലൊക്കെ കിട്ടുന്ന പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.